നിലമ്പൂരിൽ ആര് ജയിക്കും? കാരണം അതിശക്തമായൊരു മത്സരമാണ് നിലമ്പൂർ ഈ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരിക. എല്ലാ സ്ഥാനാർത്ഥികളും ശക്തരാണ്. ആര്യാടൻ ഷൗക്കത്തും സ്വരാജും, ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്ന, സ്വതന്ത്രനല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിക്കുന്ന അൻവറും, പിന്നെ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന മോഹൻരാജും ഒക്കെ തന്നെ നല്ല സ്ഥാനാർത്ഥികളാണ്. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ച് ഈ പ്രാവശ്യം അതിശക്തമായൊരു മത്സരത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അൻവർ സത്യത്തിൽ എന്തിനാണ് രാജിവെച്ചതെന്ന് പോലും നമുക്കിപ്പോൾ തോന്നിപ്പോകും. കാരണം അദ്ദേഹം UDFിലേക്ക് പോകുമെന്ന് പറഞ്ഞു. UDFിലേക്ക് പോകാൻ അദ്ദേഹം പരമാവധി വയറ്റി നോക്കി, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ UDF പ്രവേശനം ഏതാണ്ട് അടഞ്ഞു. പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ അദ്ദേഹം നടത്തി നോക്കി, ഒരു രക്ഷയുണ്ടായില്ല. അവസാനം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നും മത്സരിക്കാനുള്ള ക്യാഷില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നു. വീണ്ടും അദ്ദേഹം പലയിടത്തുനിന്ന് പൈസ കിട്ടി, ഞാൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നു. ആര്യാടൻ ഷൗക്കത്ത്, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സഹയോഗ പറഞ്ഞു, ആര്യാടൻ ഷൗക്കത്ത് അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ അവിടെ ജയിക്കുമെന്ന് പറയുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി അൻവറിനെ കാണാൻ പോയതൊക്കെ ഇപ്പോൾ ഏകദേശം UDFിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരു ജൂനിയറായിട്ടുള്ള MLA അവിടെ ചർച്ചയ്ക്കൊന്നും വിട്ടതല്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. എന്തായാലും നിലമ്പൂരിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ എന്ന് പറയാൻ പറ്റില്ല. BJPക്കും നല്ല വോട്ടുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് അവിടെ BJP അവതരിപ്പിച്ചിരിക്കുന്നതെന്നതും ഒരു രസകരമായ സംഭവമാണ്. കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ പരമാവധി സംഘടിപ്പിക്കുക, ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കുക. അതേസമയം 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തും അതുപോലെ അൻവറും ഉണ്ട്. മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം UDFിലേക്ക് വരുന്ന മുസ്ലിം വോട്ടുകൾ അൻവറിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേർ അൻവറിന് ചെയ്യും. അതേസമയം UDFിൻ്റെ കുറേ വോട്ടുകൾ UDFിന് കിട്ടുകയും ചെയ്യും. ഇടതുപക്ഷത്തെ വോട്ടുകൾ കുറേ സ്വരാജിന് പോവുകയും ചെയ്യും. ഇടതുപക്ഷം ഒരു ഹൈന്ദവനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഹിന്ദു വോട്ടുകളിലെ ഏകീകരണം അവിടെ നടക്കാം. പണ്ട് ചെങ്ങന്നൂരിലൊരു 2 നായർ സ്ഥാനാർത്ഥികളെയും ഒരു ക്രിസ്ത്യൻ സജി തോമസിനെയോ ഇപ്പോഴത്തെ മന്ത്രി സജി തോമസ് അദ്ദേഹത്തെ നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം നമുക്ക് ഓർമ്മയുണ്ട്. കോൺഗ്രസും BJPയും 2 നായർ കാൻഡിഡേറ്റുകളെയാണ് അവിടെ നിർത്തിയത്. ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു. അവിടുത്തെ മണ്ഡലത്തിലെ നായർ വോട്ടുകൾ സ്പ്ലിറ്റായി 2 വശത്തേക്കും പോവുകയും മറ്റുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഇവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്വരാജിന് വിജയസാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ എത്രത്തോളം ആര്യാടൻ ഷൗക്കത്തിന് വോട്ടുകൾ പോൾ ചെയ്യാൻ കഴിയുമെന്ന് ഇലക്ഷൻ അനുസരിച്ച് കണ്ടറിയാം നമുക്ക്. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് അവിടെ ഉണ്ടാക്കി വെച്ച ഒരു ഇമേജുണ്ട്, പാർട്ടി ഇമേജ്. അദ്ദേഹം ആ കോൺഗ്രസിനെ, അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളർത്താൻ വളരെ വലിയ തോതിൽ ശ്രമിക്കുകയും അവിടെ കോൺഗ്രസ് വലിയ ശക്തിയായി വളരുകയൊക്കെ ചെയ്തതാണ്. കാരണം ആ മണ്ഡലം ഉണ്ടായ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. കുഞ്ഞാലി എന്ന ഇടതുപക്ഷ സഖാവാണ് അവിടെ പല പ്രാവശ്യം ജയിക്കുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷം കോൺഗ്രസിൻ്റെ ശക്തമായ സാന്നിധ്യമുള്ളൊരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെയുമല്ല, അവിടുത്തെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ആര്യാടൻ ഷൗക്കത്ത് വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒട്ടേറെ നല്ല മറ്റ് പല പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒട്ടേറെ പദ്ധതികൾ, ആ നിലമ്പൂരിനെ പ്രത്യേകം സ്ത്രീധനരഹിത പഞ്ചായത്ത് എന്നൊക്കെയുള്ള ആ സംഭവമൊക്കെ വളരെ ലോകശ്രദ്ധ നേടിയൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. എന്നാൽ എന്നാൽ അൻവറുമായിട്ടുള്ള പോരാട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ഇത്രയും മേന്മകളുണ്ടെങ്കിൽ കൂടിയും ആ അടി പതറുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുകയും ഇടതുപക്ഷത്തോട് ഇതിൻ്റെ വിരോധത്തിന് പാത്രമാവുകയും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും തന്നെയുമല്ല അവിടുത്തെ MLA സ്ഥാനം രാജിവെച്ച് പുതിയ ഇലക്ഷനെ നേരിടാൻ തയ്യാറാകുകയൊക്കെ ചെയ്തു. എന്തൊക്കെയായാലും
നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ UDF എത്രത്തോളം വോട്ട് പോൾ ചെയ്യുമെന്ന്, അതുപോലെ അൻവർ എത്രത്തോളം വോട്ട് പോൾ ചെയ്യുമെന്നും സ്വരാജ് എത്രത്തോളം വോട്ട് പോൾ ചെയ്യുമെന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടുത്തെ തെരഞ്ഞെടുപ്പ്, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അതിശക്തമായൊരു മത്സരം തന്നെയാവും ആകാനാണ് സാധ്യത. സ്വരാജ് യുവനിരയിലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും വളരെ നല്ല രീതിയിൽ വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വോട്ടുകളിലുള്ള ഏകീകരണമാണ്. 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ആ വോട്ടുകൾ 2 സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ ഷൗക്കത്തിന് കിട്ടുന്ന വോട്ടുകൾ, ഷൗക്കത്തിന് കിട്ടുന്ന വോട്ടുകൾ അൻവറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത്. അത് ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ പോവുകയില്ല. ഈ UDFിലേക്ക് വരുന്ന മുസ്ലിം വോട്ടുകൾ 2 ഭാഗത്ത് സ്പ്ലിറ്റാകാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ആര്യാടൻ ഷൗക്കത്തും അൻവറും പോലെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ സംഭവിച്ചു കൂടായികയില്ല. തന്നെയുമല്ല, ക്രിസ്ത്യൻ വോട്ടുകളിൽ കുറച്ച് ഭാഗമെങ്കിലും BJP മോഹൻരാജിനെ നിർത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഒരു ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല.